ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്തുമോൾക്ക് പുത്തൻ ഉടുപ്പും പുത്തൻ ക്ലിപ്പും മാലയും വളയും ഒക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ നയനെ ചെല്ലുകയാണ്. നയനയും ആദർശം ചെല്ലുകയാണ്. അങ്ങനെ ആ കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം കുട്ടിക്ക് ഭയങ്കര സന്തോഷമാകാണ്. ചന്തുമോൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഒന്നും എടുത്തില്ലേന്ന്, അതായത് ചന്തുമോളുടെ അമ്മയ്ക്ക്. അപ്പം പറഞ്ഞു, നിന്റെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. അല്ല, നീ എന്താ നിന്റെ ഈ അമ്മയുടെ കാര്യം അന്വേഷിക്കാത്തത്? എൻ്റെ ഈ അമ്മയ്ക്കും എടുക്കണം എന്നപ്പം ചന്തുമോള് പറഞ്ഞു. അപ്പൊ നമ്മുടെ നയന ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ നയനയും ആദർശും കൂടെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവിടെ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച നയനയും ആദർശം കാണുന്നത്. വേറെ ആരുമല്ല, അനാമികയും അനാമികയുടെ കാമുകനും അവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സ് എടുക്കുക മാത്രമല്ല, രണ്ടുപേരും കിന്നാരം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനാമികയുടെ ഭർത്താവല്ല, കാമുകനോട് അനാമിക പറയാണ്, ഇപ്പൊ ഞാൻ നിനക്ക് എടുത്തു തരും, പക്ഷെ വിവാഹം കഴിയുമ്പോൾ നീ ആയിരിക്കണം എല്ലാ പ്രാവശ്യവും എനിക്ക് ഓണക്കോടി മേടിച്ച് തരേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് തീർച്ചയായിട്ടും ഞാൻ വിവാഹം കഴിയുമ്പോൾ ഓണക്കോടി മേടിച്ച് തരൂലോ എന്നൊക്കെ ഇങ്ങനെ അനാമികയുടെ കാമുകനൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അടുത്ത ഓണത്തിനെങ്കിലും നമുക്ക് ഒന്നിക്കാനായിട്ട് പറ്റുമായിരിക്കും, അടുത്ത ഓണത്തിനെങ്കിലും നമുക്ക് ഒന്നിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഓണത്തിന് നമുക്ക് ഒന്നിക്കാമെന്നും അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ വന്ന നയനെ പെട്ടെന്ന് ആ ഒരു കാഴ്ച കാണുന്നതും ആദർശിനെ വിളിച്ച് കാണിക്കുന്നതും. ആദർശും നയനയും വല്ലാണ്ട് അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഏതായാലും ആദർശും നയനയും ഒഴിഞ്ഞു മാറാനൊന്നും പോയില്ല. നേരെ അനാമികയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, നാണമില്ലടി നിനക്ക്? നീ എന്തിനാ ഇങ്ങനെ കണ്ടവന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നതെന്ന്. അപ്പൊ അനാമിക പറഞ്ഞു, എനിക്ക് നാണമൊക്കെ ഉണ്ട്, നാണമില്ലാത്തത് നിനക്കാണ്. നീയാണല്ലോ നിന്റെ ഭർത്താവ് അവിഹിതത്തിലുണ്ടായ ഒരു കുഞ്ഞിനെ കൊണ്ട് നടന്നിട്ട് നാണമില്ലാതെ പുറകെ നടക്കുന്ന, അല്ലാതെ ഞാനല്ല. എന്റെ ഭർത്താവ് അങ്ങാണമായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ അവനെ ഉപേക്ഷിച്ചിട്ട് പോയേനെ. പിന്നെ ആയിരുന്നു എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷെ അനിക്ക് എന്നെ കൊണ്ടുപോകാൻ മനസ്സില്ലല്ലോ. അപ്പൊ ഇവൻ എന്റെ ഫ്രണ്ട്സാണ്. എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ പോകുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എനിക്ക് പോകാനായിട്ട് ഇപ്പൊ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവൻ എന്നെ കൊണ്ടുപോകണമായിരുന്നു. അവൻ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ. അവൻ എന്നെയല്ല കൊണ്ടുപോകുന്നത്, അവൻ മറ്റേ പോലീസുകാരിനെ കൊണ്ടുപോകാനല്ലേ അവന് നേരവും കാലവും സമയമൊക്കെ ഉള്ളൂ. അവൻ എന്നെ പോകാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഞാൻ നടക്കും. അല്ലെങ്കിൽ പിന്നെ അവൻ എന്നെ കൊണ്ടുപോട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അനാമിക അവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പം അനിയാണ് എല്ലാത്തിനും കാരണം. അനിയാണ് നമ്മുടെ അനാമിക ഇങ്ങനെ നടക്കാൻ കാരണം. അനി നന്ദുവിന്റെ കൂടെ നടക്കുന്നത് കൊണ്ടാണ് അനാമികയുടെ കാമുകന്റെ കൂടെ നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന ആദർശനോട് പറയുന്നുണ്ട്, ഇത് അധികം നാൾ വെച്ച് പൊറിപ്പിച്ചോണ്ട് പോകാൻ പറ്റില്ലല്ലോ. അവൾ ഓരോ ന്യായം കണ്ടുപിടിച്ച് അനിയുടെ കുറ്റങ്ങളൊക്കെ പറയുന്നതാണ്. അവക്കും അനിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആദർശേട്ടാ. എന്തെങ്കിലും ഒന്ന് തീരുമാനം എടുത്തേ പറ്റൂ. അവളുടെ ഈ അഴിഞ്ഞാട്ടം അവസാനിപ്പിച്ചില്ല എങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാണ്, നമ്മുടെ അനിയുടെ കയ്യിലും ഉണ്ടല്ലോ, അവനോടും പറഞ്ഞതാണല്ലോ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന്. ഇതിപ്പം ഡിവോഴ്സിന് അനാമിക സമ്മതിക്കുമെന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ അവൾ എന്താ സമ്മതിക്കാത്തത്? അവൾ ഇപ്പോഴും ഒരു കാമുകന്റെ പുറകെ നടക്കല്ലേ, പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സിന് സമ്മതിച്ചുകൂടാ? മാത്രമല്ല അവർ തമ്മിൽ ഒത്തുചേർന്ന് പോവില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഡിവോഴ്സ് തന്നെ ആയിരിക്കും നല്ലത്. മുത്തശ്ശനെയും മുത്തശ്ശിയും എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പക്ഷെ ഒരിക്കലും നന്ദുവിന് ഞങ്ങൾ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരില്ല. അവൻ ഡിവോഴ്സ് ചെയ്തിട്ട് അവന് വേറൊരു ആലോചന നമുക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആലോചന നമുക്ക് കൊണ്ടുവരാം. അല്ലാതെ ഒരിക്കലും നന്ദുവിനെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെ നയനെ ആ ഒരു സ്പോട്ടിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനഘേനെയാണ്, ചന്തുമോളുടെ അമ്മേനെ. അപ്പൊ ചന്തുമോളുടെ അമ്മേനെ നോക്കുന്ന ആ ഒരു ചേച്ചി ഉണ്ടല്ലോ, ആ ഒരു ഹോം നേഴ്സ് വന്ന് പറയാണ്, മോളെ എന്നെ വീട്ടിൽ എല്ലാവരും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മോളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ എനിക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഓണം കൂടാൻ എങ്ങും പോകാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കോമ സ്റ്റേജിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചൊന്നും മറുപടി ഒന്നും നമ്മുടെ ചന്തുമോളുടെ അമ്മ പറയില്ല. അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനിയും ആദർശും കൂടെ കയറി വരുന്നത്. ചന്തുമോളും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് കയറി വരുന്ന ഉടനെ തന്നെ ഈ ഹോം നേഴ്സ് കാണുന്നുണ്ട്, ആഹാ ഇത് ആരാ വന്നിരിക്കുന്നത്, ദേ മോള് വന്നല്ലോ, പറഞ്ഞ് വായെടുത്തതേ ഉള്ളൂ ഞങ്ങളിപ്പം, നിങ്ങൾ എത്തിയില്ലോ എന്ന് പറയാണ്. അങ്ങനെ ആ ഹോം നേഴ്സിനോട് ചോദിക്കുന്നുണ്ട് നയന, അല്ല ചേച്ചി എന്താ വീട്ടിൽ പോകാതിരുന്നത്, ചേച്ചിക്ക് വീട്ടിൽ പോകത്തില്ലായിരുന്നോ
ഓണമല്ലേന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഞാൻ എങ്ങനെയാ പോകുന്നത്, ഈ മോൾ ഇവിടെ തന്നെയായി പോകില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാത്തതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന് വന്നിട്ട് ദേ ഓണക്കോടി ആയിട്ടാ വന്നിരിക്കുന്നത്, എന്നാ അനഘയ്ക്ക് ഞങ്ങളുടെ വക ഒരു ഓണക്കോടി എന്ന് പറഞ്ഞ് ഓണക്കോടി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്തുമോളെ കൊണ്ടാണ് ഓണക്കോടിയൊക്കെ കൊടുപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകാണ്. അപ്പം നയന് പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോളെ, ഞങ്ങളെ പൊന്നു പോലെയാണ് നോക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. ചന്തുമോളെ ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഹോം നേഴ്സ് പറയുന്നുണ്ട്, സന്തോഷം വന്നാലും ഇങ്ങനെ തന്നെയാണ് കരയും, അപ്പൊ സന്തോഷമായിരിക്കും ഇപ്പൊ മനസ്സ് നിറയെ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കരയുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അപ്പൊ നമ്മുടെ ആദർശ് നയനെയും അനഘയെ ഒരുപാട് സമാധാനപ്പെടുത്തുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, എന്നും ചന്തുമോള് സേഫ് തന്നെ ആയിരിക്കും, ചന്തുമോള് ആദർശേട്ടന്റെയും എന്റെയും മോളായിട്ടായിരിക്കും വളരാൻ പോകുന്നത്, അവളെ സ്കൂളിൽ ചേർക്കുകയും പഠിപ്പിക്കുകയും അവളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ തന്നെയായിരിക്കും ഏറ്റെടുക്കുക. ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, അനഘ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളുടെ കയ്യിൽ അവളെ ഞങ്ങൾ വെച്ച് കൊടുക്കില്ല, അത് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്, വാക്കാണ്, അതുകൊണ്ട് വിശ്വസിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അഭിയുടെ കയ്യിലേക്ക് കൊടുക്കില്ല എന്നാണ്. ചന്തുമോളെ അഭിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് ഈ അനഘയ്ക്ക് സഹിതം അറിയാം. കാരണം നമ്മുടെ അഭി ഒന്നെങ്കിൽ ചന്തുമോളെ കൊല്ലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചന്തുമോളെ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അനഘയോട് എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല എത്രയും പെട്ടെന്ന് അനഘ റിക്കവർ ആയിട്ട് വരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും ഡോക്ടറൊക്കെ ഇപ്പൊ പരമാവധി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ തന്നെയാണ് അനഘയ്ക്ക് ഇപ്പം ഞങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നല്ല രീതിയിൽ തന്നെ അനുഗ്രഹയെ നോക്കുന്നുണ്ട്, ഏറ്റവും നല്ല മെഡിസിൻ ഒക്കെ തന്നെയാണ് തരുന്നത്. ഇനിയിപ്പം ദൈവം കൂടെ അനുഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനഘ തീർച്ചയായിട്ടും എണീറ്റ് നടക്കും. അങ്ങനെയാണെങ്കിൽ സ്വന്തം മോളെ വളർത്താനും സ്വന്തം മോളെ കൊഞ്ചിക്കാനും ലാളിക്കാനും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാനും സാധിക്കുമല്ലോ. അപ്പൊ പിന്നെ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ആദർശ് നയനയും പോകുന്നത്. ഇതിനിടയിൽ നമ്മുടെ നന്ദുനെ കാണിക്കുന്നുണ്ട് കേട്ടോ. നന്ദു പോലീസ് സ്റ്റേഷനിലാട്ടോ ഉള്ളത്. അപ്പൊ അവിടെ നമ്മുടെ അനി വരികയാണ്. അപ്പൊ അനി കയറി വന്നതും നന്ദു പെട്ടെന്ന് ഇങ്ങനെ നോക്കും, ആരാ അനി കയറ്റി വിട്ടതെന്ന് അറിയില്ലല്ലോ. അപ്പൊ അനി പറഞ്ഞു, അതേ നോക്കൊന്നും വേണ്ട, അവിടെ ഉള്ളവർ എന്നോട് കയറി പൊക്കോളാൻ പറഞ്ഞു, കണ്ടപ്പോ തന്നെ എന്നോട് കയറി പൊക്കോളാൻ പറഞ്ഞു, ഇവിടുത്തെ പോലീസുകളെല്ലാം എന്നെ കയറ്റി വിട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആഹാ അവരങ്ങനെ കയറ്റി വിട്ടെങ്കിൽ അവർക്കിട്ട് ഞാനൊന്ന് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ കൊടുക്കുകയൊന്നും വേണ്ട, ഞാനിപ്പൊ തന്നെ കാണാൻ വന്നത് വേറൊന്നിനും അല്ല, എന്റെ വക ഓണക്കോടി തരാനാന്ന് പറഞ്ഞ് ഓണക്കോടി കൊടുത്തിട്ട് പറയാണ്, ഇതിനകത്തൊരു സാരിയാണ്, എന്നും ഇങ്ങനെ ജീൻസും ഷർട്ടൊക്കെ ഇട്ട് നടന്നാൽ മതിയോ, വല്ലപ്പോഴും ഒക്കെ സാരിയൊക്കെ കൊടുത്ത് ഒരു നാടൻ പെണ്ണിനെ പോലെയൊക്കെ നടക്കണ്ടേ, അതുകൊണ്ട് ഈ സാരി കൊടുക്കണം എന്ന് പറഞ്ഞ് ആ സാരി അങ്ങ് കൊടുക്കുകയാണ്. ആ സാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ സാരി ഒന്നും കൊടുക്കാറില്ല എന്ന് പറഞ്ഞപ്പം എന്താടോ മസിൽ പിടിച്ചിരിക്കുന്നത്, വല്ലപ്പോഴും ഇതൊക്കെ കൊടുത്തിട്ട് ഒരു പെണ്ണായിട്ട് നടക്ക്, എന്ന് ഈ പോലീസ് യൂണിഫോമും ഷർട്ട് ജീൻസൊക്കെ തന്നെയല്ലേ ഇടുന്നത്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്താണ്, ഈ സാരി വേണം താന് തിരുവോണത്തിന്റെ അന്ന് കൊടുക്കാനെന്ന് പറഞ്ഞ് നമ്മുടെ അനി ആ ഒരു സാരി കൊടുക്കാണ്. അപ്പൊ ഈ ഒരു സാരി നമ്മുടെ നന്ദു മേടിച്ചില്ല, അവിടെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിന്റെ പുറത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ നമ്മുടെ അനിയെ. എന്നിട്ട് നമ്മുടെ അനി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനിയോട് നന്ദു പറയുകയാണ്, അതെ ഈ ടേബിളിൽ ഇരിക്കുന്ന ഇതും കൂടെ അങ്ങോട്ട് എടുത്തോണ്ട് പോകാൻ ആ ഡ്രസ്സ്. അപ്പൊ അനി പറഞ്ഞു, ഓ അതിന്റെ ആവശ്യമില്ല, ഇത് ഞാൻ തനിക്ക് വേണ്ടി മേടിച്ചല്ലേ, താൻ ഇതിട്ട് തിരുവോണത്തിന്റെ അന്ന് എനിക്ക് കാണണം, ഇനിയിപ്പോ എന്നെ ഇഷ്ടമല്ലേ താൻ ഇടണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി അങ്ങ് പോയിട്ടോ. ഏതായാലും ആ ഡ്രസ്സ് ഇടുവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനന്തപുരി തറവാട് തന്നെയാണ്. അപ്പൊ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ വലിയൊരു വാർത്ത കേട്ടോണ്ടിരിക്കുകയാണ്, വേറൊന്നുമല്ല, മൂർത്തീസ് ജ്വല്ലറി ഇപ്പോൾ ഒത്തിരി മുന്നിലാണ് കേട്ടോ, എല്ലാ ജ്വല്ലേഴ്സിനെക്കാളും ഈ പ്രാവശ്യം ഓണത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് മൂർത്തീസ് ജ്വല്ലറിയാണ്. അതുപോലെ തന്നെ നയന കളക്ഷൻസിനെ കുറിച്ചൊക്കെയാണ് വാർത്ത. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനന്തപുരി തറവാട്ടിൽ എല്ലാവർക്കും സന്തോഷമാണ്, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്കും മുത്തശ്ശനും ദേവയാനിക്കും ഒക്കെ. പക്ഷെ അവിടെ മാറി നിൽക്കുന്ന ജലജയ്ക്കും അനാമിക അവിടെ ഇല്ല കേട്ടോ, ആ സ്പോട്ടിൽ അനാമികയില്ല, ജലജയ്ക്കും ജാനകിക്കും ഇത് കേട്ടിട്ട് വലിയ സന്തോഷമൊന്നും വരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറയുന്നുണ്ട്, ഈ പ്രാവശ്യം വലിയ പരസ്യമൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും മൂർത്തീസ് ജ്വല്ലറി മറ്റെല്ലാ ജ്വല്ലറിനേക്കാളും വളരെ മുന്നിൽ തന്നെ എത്തിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിലും പൂർണ്ണമായിട്ടും നമ്മുടെ നയനയോടാണ് നന്ദി പറയേണ്ടത് എന്നിങ്ങനെ ദേവയാനി പറയുമ്പോൾ, നന്ദി പറയേണ്ടവർ നന്ദി പറയില്ലല്ലോ, അങ്ങനെയാണല്ലോ എന്നിങ്ങനെ ജലജേനയും ജാനകിനെയൊക്കെ നോക്കി പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനു നന്ദി പറയണം, നിങ്ങൾ നന്ദി പറയണം, കാരണം മൂർത്തീസ് ജ്വല്ലറിയിലെയും അനന്തപുരി തറവാട്ടിലുമുള്ള സ്വത്തുക്കളുടെ എല്ലാ അവകാശവും എല്ലാവർക്കും തുല്യമാണ്, ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തുല്യമാണ്. അപ്പം
അപ്പൊ തന്നെ മനസ്സിലാക്കാമല്ലോ. ഇപ്പൊ നയനെ അധ്വാനിക്കുന്നതാണെങ്കിലും ആദർശ് അധ്വാനിക്കുന്നതാണെങ്കിലും അതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്ദി പറയണ്ടേ എന്ന് പറയുമ്പോ, ഓ, ഏടത്തിക്കിപ്പോ ഏടത്തിയുടെ മരുമകളെ അങ്ങോട്ട് പുകഴ്ത്തി പറയാലോ, കരള് തന്നതിന്റെ സ്നേഹമായിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അതേടി, കരള് തന്നതിന്റെ സ്നേഹം തന്നെയാണ്. ആ ഒരു സമയത്ത് എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ മരുമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, പിന്നെ ഒരു മരുമകള് എന്ന് മുതൽ ആ ഏടത്തി അവളെ മരുമകളായിട്ട് അംഗീകരിച്ചത് അതെ കരള് തന്നതിന് ശേഷം തന്നെയാടി ഞാൻ എന്റെ മരുമകളെ മരുമകളായിട്ട് അംഗീകരിച്ചത്. അതിനു മുമ്പ് അവൾ ആരാണെന്നും അവൾ എന്താണെന്നും ഒക്കെ അറിയാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ മരുമകളുടെ നന്മ എന്താണെന്നൊക്കെ. അല്ല, നിന്റെ മരുമകൾക്ക് കരൾ തരായിരുന്നല്ലോ. നിന്റെ മരുമകളുടെയും എന്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്ന് തന്നെയായിരുന്നു. അപ്പം വേണമെങ്കിൽ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്ന സമയം അവക്ക് എനിക്ക് കരൾ തരായിരുന്നല്ലോ. എന്നിട്ട് എന്തേ നിന്റെ മരുമകൾ കരൾ തന്നില്ല? അവള് തരില്ല, എനിക്കറിയാം. പക്ഷെ എന്റെ മരുമകൾ അങ്ങനെയല്ലടി. അവള് സ്നേഹമുള്ളവളാ. അവള് സ്നേഹമുള്ളവള് മാത്രമല്ല, മനസാക്ഷിയുള്ളവളാ. പിന്നെ നിന്റെ മരുമകളാ ഇതിനൊക്കെ കാരണം. അത് നീ മനസ്സിലാക്കിക്കോന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജാനകി, എന്റെ മരുമകൾ എന്ത് കുറ്റവാടി നിന്നോട് ചെയ്തത്? എന്റെ മരുമകൾ എന്ത് ചെയ്തിട്ടാ നീ എന്റെ മരുമകളുടെ മെക്കിട്ട് കയറുന്നത്? അവൾ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ചെയ്തതൊന്നും എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് മൂർത്തി പറയുന്നുണ്ട്, ഓ, നിർത്ത്, എന്തിനാ ഇനി ഇവിടെ ഒരു പോരും വഴക്കും ഒക്കെ ഉണ്ടാക്കണത്? നല്ലൊരു ദിവസമാണ് ഇത്, ആഘോഷിക്കുക നമ്മൾ ചെയ്യേണ്ടത്. നയനയ്ക്ക് ഒരു ട്രീറ്റ് കൊടുക്കുക ചെയ്യേണ്ടത്. നയനിമോൾ കാരണം മൂർത്തി ജ്വല്ലറി ഇപ്പൊ മുന്നിലെത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ക്രെഡിറ്റും എല്ലാം നയനയുടെ കഴിവ് കൊണ്ട് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജലജ അവൾ എന്നിട്ട് പിന്നെ നയന പുരാണം കേട്ട് മടുത്തു. ഇതിനി എന്നാ തീരുന്നത് ഇവിടുന്ന്? എന്ന് നയനയ്ക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാം. എന്തിനും ഏതിനും നയന. ആ പേര് കേട്ടിട്ട് മനുഷ്യന്റെ ഓരോ ഞരമ്പും തലയിലേക്ക് കയറുമ്പോൾ ചൂട്ട് പിടിച്ചാ കയറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. പറയല്ല, മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. മൂർത്തി അവിടെ നിൽക്കുന്നത് കൊണ്ടോ വസന്തരയും ദേവയാനി അവിടെ നിൽക്കുന്നത് കൊണ്ടോ നമ്മുടെ ജലജയ്ക്ക് അതൊന്നും വിളിച്ചു തുറന്നു പറയാൻ പറ്റുന്നില്ല. പിന്നെ കാണിക്കുന്ന സീനില് നയനയും ആദർശും കൂടെ നന്ദാവനത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ എല്ലാവർക്കും ഓണക്കോടി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പൊ ഓണക്കോടി ആയിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഗോവിന്ദനും കനകയ്ക്കൊക്കെ സന്തോഷമാണ്. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടി അവരെ വിളിച്ചകത്ത് കയറ്റിയൊക്കെ ഇരുത്തുന്നു. കൂടെ ചന്തുമോളും ഉണ്ട് കേട്ടോ. അപ്പൊ ചന്തുമോളെ കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരുടെയും ഓണക്കോടിയൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഓണക്കോടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശവും നന്ദുവിന് ഒരു ഷർട്ടും അതുപോലെ തന്നെ ഒരു പാൻറ്റുമാണ് എടുത്തത്. അപ്പൊ ഇത് ഷർട്ടും പാൻറ്റും എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാനൊരു ഓണക്കോടി എടുത്തായിരുന്നു, അതൊരു സാരിയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, സാരിയോ? ആഹാ, അത് വലിയ അതിശയമായി പോയല്ലോ, നീ അങ്ങനെ സാരി ഒന്നും ഉടുക്കാറില്ലല്ലോ നന്ദു, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഷർട്ടും അതുപോലെ തന്നെ പാൻറ്റും എടുത്തതെന്ന് പറഞ്ഞപ്പോ, ഹേ, ഈ പ്രാവശ്യം എന്നാ ഞാൻ ഓണത്തിന് സാരി ഉടുക്കാന്ന് വെച്ചു എന്ന്. അപ്പം നമ്മുടെ അനി കൊടുത്ത ആ ഒരു സാരി നന്ദു കൊടുക്കാൻ തീരുമാനിച്ചെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നന്ദു അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ആദർശും നയനിയും ഗോവിന്ദനും കനകയും നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ ആദർശിന്റെ ഈ ഒരു എല്ലാവർക്കും ഇപ്പൊ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, ആദർശിന്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ളതും. മാത്രമല്ല എല്ലാവരും ആ ഒരു രീതിയിലാണല്ലോ പുറത്ത് കാണുന്നതൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നിങ്ങൾക്കൊക്കെ സത്യം അറിയാലോ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കൊക്കെ സത്യം അറിയാലോ എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ്. അപ്പം നയനയും പറയുന്നുണ്ട്, എന്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കറിയാം, പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് കാര്യമാക്കേണ്ട കാര്യമില്ലല്ലോ അമ്മയെന്ന് നയന കനകയോടും പറയാണ്. അപ്പൊ ആ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു സീനൊക്കെ കാണിച്ച് അവിടെ ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് നയനയും ആദർശൊക്കെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മൂർത്തിനെ കാണിക്കുകയാണ്. അപ്പൊ മൂർത്തിയുടെ അടുത്ത് ജലജ വന്ന് ഇങ്ങനെ ഓരോ പൊടിപ്പലും തൊങ്ങലും ഒക്കെ വെച്ച് ഇങ്ങനെ ഓരോ കുറ്റങ്ങൾ പറയാണ്. കാരണം കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കാറില്ലല്ലോ നമ്മുടെ ജലജ. അപ്പൊ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂർത്തിയോട്. അങ്ങനെ ജലജ പറയാ, ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മൂർത്തി പറയുന്നുണ്ട്, അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത കാര്യങ്ങളാണെ പറയണ്ട, എങ്കിൽ പിന്നെ പരമാവധി വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ ഞങ്ങളോട് പറയരുത്, ഞങ്ങൾ വയസ്സായവരല്ലേ. അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, ഓ, പിന്നെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയാതെ ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം അച്ഛനാണല്ലോ നമ്മുടെ വീടിപ്പം നോക്കുകയും ഇവിടുത്തെ കാർന്നവരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അച്ഛൻ അറിയണമല്ലോ എന്ന് പറയുമ്പോൾ വസുന്ധര പറയുന്നുണ്ട്, വേണ്ട ജാനകി, വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങളോട് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താ അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ കാരണം എന്താ? ആരുടെ കാര്യമോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആദർശിന്റെയോ നയനിയുടെയോ ദേവയാനിയുടെയോ? നിങ്ങൾ ഇവരുടെ 3 പേരുടെയും കുറ്റം പറയാൻ മാത്രമാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അല്ലാതെ ഞങ്ങളുടെ സുഖവിവരങ്ങളൊന്നും അന്വേഷിക്കാനല്ലല്ലോ നിങ്ങളിപ്പോ വരുന്നതെന്ന് നമ്മുടെ വസന്തര ചോദിക്കുമ്പം ജാനകിക്ക് അതിന് മറുപടി ഒന്നുമില്ല.
അപ്പൊ മൂർത്തി പറയാണ്, ഈ ജലജ വാ പോയ കോടാലിയാണ്, അതുകൊണ്ട് പറയുന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കത്തില്ല. പിന്നെ ഞങ്ങൾ കള്ളങ്ങളൊന്നും അല്ല പറയുന്നത്, ജലജയും കള്ളമല്ല പറയുന്നതെന്ന് ജാനകി പറഞ്ഞു. അപ്പൊ നമ്മുടെ മൂർത്തി പറഞ്ഞു, ദേവയാനി നീ അനുസരിച്ച് ആ ഒരു സമയത്ത് നിനക്ക് നല്ല കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല നീ. അപ്പൊ ജലജ പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും പറയണ്ട ജാനകി, ഇനി പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാനും പോകുന്നില്ല, പിന്നെ എന്തിനാ നമ്മൾ ഓരോന്ന് പറയുന്നത്? നമ്മളെ എല്ലാവരെയും വെള്ളപൂശാൻ നോക്കുന്നതാണെന്നേ പറയത്തുള്ളൂ, നമ്മളെ തന്നെ വെള്ളപൂശാൻ നോക്കുന്നതാണെന്നും പറയും. അതുകൊണ്ട് തന്നെ വേണ്ട, വെറുതെ എന്തിനാ നമ്മൾ വായിട്ട് അലയ്ക്കുന്നതെന്ന് ജലജ പറഞ്ഞു. ഈ ഒരു സമയത്താണെങ്കിൽ ഒരു കാറിന്റെ ഓണടി കേൾക്കാണ് കേട്ടോ. കാറിന്റെ ഓണടി വേറൊന്നും അല്ല, നമ്മുടെ നയനയും ആദർശും ചന്തുമോളൊക്കെ കൂടി ഓണക്കോടിയൊക്കെ എടുത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് വരാം. റിയൽ സ്റ്റോറിയിൽ ഇപ്പൊ തന്നെ നമ്മുടെ അലീനയുടെ കഥ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതും കൂടി ഒന്ന് കയറി കാണണം. അപ്പൊ ടാറ്റാ, ബൈ ബൈ.